ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനുവാണെങ്കിൽ പ്രസവവേദന സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രസന്ന പറയുന്നുണ്ട്, മോളെ കരയാതെയെന്ന്. അമ്മേ, എനിക്ക് വേദനിക്കുന്നു, ഇനി ഇതിൽ കൂടുതൽ വേദന എടുക്കുമോ? ഇല്ല മോളെ, ഇത് തന്നെയാണ് പ്രസവവേദന എന്നൊക്കെ പറയുകയാണ്. അവിടേക്ക് പ്രീത മേഡം വരുന്നുണ്ട്. മേഡത്തിനോട് മീനാക്ഷി ചോദിക്കുകയാണ്, മേഡം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ചെറിയൊരു വയറുവേദന പോലെയാണോ അതോ വലിയ വേദന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? വലിയ വേദനയാണ്, ഞരമ്പുകൾ പൊടിയുന്നത് പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എങ്കിൽ പിന്നെ മീനാക്ഷിയെ എത്രയും പെട്ടെന്ന് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഡോക്ടർ എന്നെ വിട്ട് പോകരുതെന്ന്. ഇല്ലെന്നേ, ഞാനൊന്ന് റെഡിയായിട്ട് വരട്ടെ, ലേബർ റൂമിൽ ഞാൻ കാണുമെന്ന് പറയുകയാണ്. അങ്ങനെ ലേബർ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മീനാക്ഷിയാണെങ്കിൽ പ്രസന്നയുടെ കൈ പിടിച്ച് കരയുകയാണ്. അങ്ങനെ പ്രസന്നയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. മീനാക്ഷിയെ ലേബർ റൂമിലേക്ക് കയറ്റിയതിന് ശേഷം അവരാണെങ്കിൽ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടേക്ക് ചന്ദ്രമോഹൻ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ഡോക്ടർ അകത്തുണ്ടോ? മീനാക്ഷിയാണോ കരയുന്നത്? അറിയില്ല, ആരാ കരയുന്നതെന്ന്. മീനുവിൻ്റെ സൗണ്ട് പോലെയൊക്കെ ഉണ്ട്. എൻ്റെ മോൾ എങ്ങനെ സഹിക്കുമോ എന്തോ, ആദ്യത്തെ പ്രസവമല്ലേ, ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും, നിങ്ങൾ പേടിക്കാതിരിക്കുന്ന ചന്ദ്രമോഹൻ പ്രസന്നയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഡോക്ടർ അകത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഉണ്ടെന്നാണ് തോന്നുന്നത്, പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ലെന്ന് പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് പ്രീത മേഡം വരുന്നുണ്ട്. മേഡം, എൻ്റെ മോളാണ് കരയുന്നത്. ഏയ് പേടിക്കാതിരിക്കുക, നിങ്ങൾ 3 പ്രസവിച്ചതല്ലേ, ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ കൂടെ എന്നൊക്കെ പറഞ്ഞ് പ്രീത മേഡം പ്രസന്നയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് പോകുന്നു. അങ്ങനെ ചന്ദ്രമോഹനും പറയുന്നുണ്ട്, ചേച്ചി ഇനി എന്തായാലും പ്രസവിച്ചേ മതിയാകൂ, സമാധാനത്തോടെ ഇരിക്കുക, നമ്മളിങ്ങനെ കിടന്ന് ടെൻഷൻ വെച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന്. അങ്ങനെ തുളസി എവിടെയെന്ന് ചന്ദ്രമോഹൻ ചോദിക്കുമ്പോൾ അയാളെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്, ഞാനും അന്വേഷിച്ചിരുന്നു, കണ്ടില്ല എന്ന് പറയുകയാണ്. അവിടേക്ക് തുളസീധരൻ വരുന്നുണ്ട്. എന്തായി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ ചോദിക്കുന്നുണ്ട്, അതെ ഏട്ടാ, നിങ്ങളുടെ മോളല്ലേ അകത്ത് കിടക്കുന്നത്? എന്തായാലും പ്രസവിക്കും, പിന്നെ ഈ ഇതൊക്കെ പ്രസന്നയുണ്ടല്ലോ, 3 പറ്റതാ, അതുകൊണ്ട് എനിക്ക് അതൊന്നും ആലോചിച്ച് യാതൊരു ടെൻഷനും ഇല്ല. ഇങ്ങോട്ട് വന്നേ, സാറെന്തിന് ഇവിടെ വായും പൊളിച്ച് നിൽക്കുന്നു, നമുക്ക് അവിടെ എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയാണെങ്കിൽ ഒരു കസാരയിൽ ചെന്നിരിക്കുന്നു. പ്രസന്നയ്ക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരികയാണ് ചന്ദ്രമോഹനും. അങ്ങനെ ചന്ദ്രമോഹൻ പോകാതെ നിൽക്കുമ്പോൾ വീണ്ടും തുളസി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അയാൾ പതുക്കെ തുളസിയുടെ അരികിലേക്ക് പോവുകയാണ്. തുളസിയാണെങ്കിൽ നന്നായി തന്നെ കൂർക്കം വലിച്ചുറങ്ങുന്നു. ചന്ദ്രമോഹൻ അതൊന്നും കണ്ട് നിൽക്കാൻ പോലും സാധിക്കുന്നവർക്ക് നന്നായി തന്നെ ദേഷ്യം വരികയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രീത മേഡം പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്, മീനാക്ഷി പ്രസവിച്ചു, പെൺകുഞ്ഞ്. ഇത് കേട്ട് പ്രസന്നയ്ക്കും ചന്ദ്രമോഹനും നല്ലപോലെ സന്തോഷമാവുകയാണ്. പെൺകുഞ്ഞോ? അതെ, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രസന്ന കയ്യിൽ കരുതിയിട്ടുണ്ടല്ലോ? ഉണ്ട്. അങ്ങനെ പ്രസന്ന വേഗം തന്നെ ഇക്കാര്യം തുളസിയെ അറിയിക്കാനായിട്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ്. അതെ, മോള് പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. നന്നായുള്ളൂ, എന്തായാലും എല്ലാം അവസാനിച്ചല്ലോ. പ്രസന്നയ്ക്കാണെങ്കിൽ അത് വല്ലാതെ ആവുന്നുണ്ട്. ചന്ദ്രമോഹൻ സന്തോഷം കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സാറിനെ അറിയിക്കണമെന്ന് തീരുമാനിക്കുകയാണ്, അതായത് മേനോനെ. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, ഞാൻ പുറത്തേക്ക് പോയിട്ട് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമോഹൻ പുറത്തേക്ക് പോവുകയാണ് പ്രസന്നയോട് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമോഹൻ വിളിക്കുന്ന സമയത്ത് മേനോനും അങ്കിതയും നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് തന്നെ മേനോൻ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, എന്താ കാര്യം? അതെ, ഒരു വിശേഷ വാർത്തയുണ്ട്. എന്താടോ? മീനാക്ഷി പ്രസവിച്ചു. പ്രസവിച്ചോ? അങ്കിതയും എഴുന്നേൽക്കുകയാണ്. മീനാക്ഷി പ്രസവിച്ചു എന്നിങ്ങനെ അങ്കിതയോട് മേനോൻ പറയുന്നു. അങ്കിതയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. പിന്നെ കുഞ്ഞാണോ പെണ്ണാണോ എന്ന് ചോദിച്ചില്ല എന്ന് അങ്കിത പറയുമ്പോൾ, ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, എന്തായാലും 2 പേർക്കും കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ്. പെൺകുഞ്ഞാണെന്ന് ചന്ദ്രമോഹനും പറയുന്നു. ഞങ്ങളിതാ ഇപ്പം തന്നെ വന്നേക്കാം, ഇവിടുത്തെ റെഡിയായെന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മുകുന്ദനാണെങ്കിൽ അങ്കിതയോട് പറയുന്നുണ്ട്, അതെ, താൻ ഇന്നലെ കണ്ട അങ്കിതയല്ല, ഇന്ന് ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പറയുന്നു. മുകുന്ദ് ശരിക്കും ഒരു അച്ഛനായില്ലേ? അങ്ങനെ മുകുന്ദനും അങ്കിതയ്ക്കും സന്തോഷമാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അവർ പരസ്പരം പറയുന്നു. അങ്ങനെ പ്രസന്നയാണെങ്കിൽ റൂമിൽ മീനാക്ഷിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് കാത്തിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഒരു നേഴ്സ് വരുന്നു. എൻ്റെ മോളിപ്പോൾ വരും. അല്ല, കുഞ്ഞിനെ അവർ കൊണ്ടുപോകുമോ? നേഴ്സിനാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നില്ല, ആര് കൊണ്ടുപോകുന്നു? അങ്ങനെ പ്രസന്നയ്ക്ക് ചോദിച്ചത് അബദ്ധമായെന്ന് തോന്നുകയാണ്. ഒന്നുമില്ല, എന്തോ ഉണ്ടല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ലെന്ന് പ്രസന്ന പറയുന്നു. അവിടേക്ക് മീനാക്ഷിയെ കൊണ്ടുവരികയാണ്. പിന്നാലെ തന്നെ നേഴ്സാണെങ്കിൽ ഒരു കുഞ്ഞുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നേഴ്സ് കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. സുന്ദരി കുട്ടിയായല്ലോ, ഉറങ്ങുകയാണോ? അമ്മയുടെ അടുത്ത് കൊണ്ടുവിടാട്ടോ. അങ്ങനെ മീനാക്ഷിയുടെ അരികിൽ തന്നെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. മീനാക്ഷിയാണെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച് ആ കുഞ്ഞിനെ നോക്കുന്നു. അവൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ്. താനിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ള ബോധം അവളിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ തൊട്ടിലായിട്ട് ഒരാൾ വരുന്നുണ്ട്. നേഴ്സ് പറയുകയാണ്, അതെ, ഈ കുഞ്ഞിനെ ഇതിലേക്ക് കിടത്താൻ കേട്ടോ. അയ്യോ വേണ്ട, എൻ്റെ ചൂട് പറ്റി, എൻ്റെ കുഞ്ഞ് എൻ്റെ അരികിൽ തന്നെ കിടന്നോട്ടെ എന്ന് മീനാക്ഷി പറയുമ്പോൾ, അതല്ല, ഉറങ്ങുന്ന സമയത്തെങ്ങാനും അറിയാതെ കുഞ്ഞിൻ്റെ കൈയെങ്ങാനും മീനാക്ഷിയുടെ കൈയെങ്ങാനും കുഞ്ഞിൻ്റെ ദേഹത്ത് തട്ടിയാലോ? തട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് മീനാക്ഷി പറയുകയാണ്. മീനാക്ഷിയുടെ ഈ കരുതലും സ്നേഹമൊക്കെ കണ്ട് പ്രസന്നയ്ക്കാണെങ്കിൽ
നല്ലപോലെ പേടി തോന്നുന്നുണ്ട്. കാരണം അവൾ ശരിക്കും ഒരു അമ്മയിലേക്ക് പോകുന്നു എന്ന് അവർക്ക് തോന്നുകയാണ്. അങ്ങനെ നേഴ്സാണെങ്കിൽ പ്രസന്നയോട് പറഞ്ഞിട്ട് പോവുകയാണ്, മീനാക്ഷി ഉറങ്ങിയാൽ കുഞ്ഞിനെ തൊട്ടിലേക്ക് ഇടാൻ മറക്കരുതെന്ന്. അങ്ങനെ മീനാക്ഷി കുഞ്ഞിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ കണ്ട് പ്രസന്ന പറയുന്നുണ്ട്, മോളെ ഈ കുഞ്ഞിനെ നമുക്ക് കൊടുക്കേണ്ടതാണ്, മറക്കണ്ട അമ്മേ, എല്ലാം എനിക്കറിയാം, വെറുതെ ഇത് പറഞ്ഞ് ഓർമ്മപ്പെടുത്തൊന്നും വേണ്ട, ഇത് എൻ്റെ കുഞ്ഞാണ്, ഞാൻ അരികിൽ തന്നെ കിടത്തും, ഞാനേ ഒന്ന് പാല് കൊടുത്തോട്ടെ, അമ്മ ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ, എൻ്റെ കുഞ്ഞിനെ വിശക്കുന്നു എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് പ്രസന്നയാണെങ്കിൽ ആകെ സ്തംഭിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ആ വാതിൽ കൂടി അടയ്ക്കാനായിട്ട് മീനാക്ഷി പ്രസന്നയോട് പറയുകയാണ്. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത കേട്ട് മുകുന്ദും അങ്കിതയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സമയം ചന്ദ്രമോഹൻ പറയുകയാണ്, സാറും മേഡവും ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല. എടോ പിന്നെ എങ്ങനെയാണ് വരാതിരിക്കുക, ഞങ്ങൾ അച്ഛനും അമ്മയുമായ ദിവസമല്ലേ ഇന്ന്. എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, സാറ് അകത്തേക്ക് പോയിക്കോ. അങ്ങനെ പ്രീത മേഡത്തിൻ്റെ റൂമിലേക്ക് അങ്കിതയും മുകുന്ദും എത്തുകയാണ്. ഞങ്ങൾക്ക് അകത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രീത മേഡം ആണെങ്കിൽ ആരാ വന്നോളൂ. അങ്ങനെ പ്രീത മുകുന്ദനെയും അങ്കിതയെയും കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ്. ആഹാ, ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയോ, നിങ്ങൾ അച്ഛനും അമ്മയും ആയിരിക്കുന്നു, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുകയാണ് മുകുന്ദനും അങ്കിതയ്ക്കും. എന്തായാലും അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ രണ്ടാളും ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, മീനാക്ഷിയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ എനിക്കായിരുന്നില്ല, ഇവൾക്കായിരുന്നു ഒരു അമ്മയാവണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സാധിച്ചു. അത് പിന്നെ അങ്ങനെ തന്നെയാണ്, സ്ത്രീകൾക്ക് തന്നെയായിരിക്കും ഒരമ്മയാകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാകുക. അവർ തന്നെയായിരിക്കും ഒരു കുഞ്ഞിനെ നന്നായി സ്നേഹിക്കാനും കഴിയുക. അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്, പുരുഷന്മാർക്ക് കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയില്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. പുരുഷൻ ഒരു കുഞ്ഞിനെ മാനസികമായിട്ട് സ്നേഹിക്കാൻ കഴിയും, അത് തൻ്റെ കുഞ്ഞിനെ മാത്രം. അവിഹിതത്തിൽ ഉണ്ടായതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്ക് കിട്ടിയതാണെങ്കിൽ അവനൊരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, ഏത് തെറ്റായ ബന്ധത്തിലുണ്ടായ കുഞ്ഞാണെങ്കിലും അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതോട് കൂടിയിട്ട് ഉദരത്തിൽ ചുമക്കുന്നതോട് കൂടിയിട്ട് അമ്മയായി തീരും. ആ കുഞ്ഞിനോടുള്ള സ്നേഹം അവൾക്ക് ഊട്ടി ഉറപ്പിക്കാൻ കഴിയും. അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. അമ്മ എന്ന് പറഞ്ഞ പുരുഷനേക്കാൾ കൂടുതൽ എത്രയോ ഉയർന്ന പദവിയിലാണെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് മുകുന്ദും അങ്കിതയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.